നമ്മൾ തമ്മിലുള്ള ബന്ധം ഇവിടെ അവസാനിക്കാം. എന്നോട് ക്ഷമിക്കണം നന്ദു. ആർമി എന്നോട് ഇങ്ങനെ ചെയ്യല്ല ആർമി. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ എനിക്ക് തന്നോ, അല്ലാതെ എന്നെ ഇട്ടിട്ട് പോവല്ല ആർമി. നിന്നെ എനിക്ക് അത്ര ഇഷ്ടമാണ്. എന്റെ നീ എന്തെന്നെ മനസ്സിലാക്കട്ടെ. എന്റെ വിവാഹം ഉറപ്പിച്ചു. ഞാനൊരു റോയൽ ഫാമിലിയിലാണ് നിനക്ക് അറിഞ്ഞൂടെ. എനിക്ക് നിന്നെ സ്വീകരിക്കാൻ പറ്റില്ല ആർമി. നമ്മൾ തമ്മിലുള്ള പ്രണയം തുടങ്ങുമ്പോൾ നിനക്ക് അറിയില്ലായിരുന്നു നീ റോയൽ ഫാമിലിയിലാണെന്നും ഞാനൊരു ബോയ് ആണെന്നും. ഇതൊക്കെ അറിഞ്ഞുകൊണ്ടല്ലേ എന്നെ മുന്നോട്ട് പോയത്. എന്നിട്ട് ഇപ്പോ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോവാന്ന് പറഞ്ഞ ആർമി പ്ലീസ് ആർമി. ശരി, നിനക്ക് എന്നെ പിരിയാൻ പറ്റില്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ആരും അറിയാതെ നമുക്ക് ഈ റിലേഷൻഷിപ്പ് കൊണ്ടുപോവാം സീക്രട്ട് ആയിട്ട്. നീ ഉദ്ദേശിക്കുന്ന എന്താ? രാജകൊട്ടാരത്തിൽ നല്ലൊരു മാണിയെ കല്യാണം കഴിച്ച് സുഖമായി നീ ജീവിക്കുമ്പോ നിന്റെ സീക്രട്ട് ബോയ് ഫ്രണ്ടായി ഞാൻ ഇരിക്കണം. യെസ്, അതന്നെ ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് സമ്മതമാണോ? ആർ യു റിയൽ റോയൽ ഫാമിലി ആർ വി? ഐ ക്യാൻ ബിലീവ് യു ആർ എ വെരി ചീപ്പ് പേഴ്സണാലിറ്റി. ഇത്രയും നാൾ നിന്നെ ഞാൻ സ്നേഹിച്ചെന്ന് പറയുമ്പോൾ എനിക്ക് എന്നോട് തന്നെ ഉറപ്പ് തോന്നാം. ഇനി എന്റെ മുന്നിൽ നീ നിൽക്കരുത്. നമ്മുടെ തമ്മിലുള്ള ബന്ധം ഇവിടെ അവസാനിച്ചു. സിറ്റുവേഷൻ എന്താണെന്ന് നന്ദു നിനക്ക് മനസ്സിലാവില്ല. എന്റെ സ്നേഹം നീ എന്തെങ്കിലും മനസ്സിലാക്കും. അന്ന് നീ എന്നെ തേടി വന്നിരിക്കും. എനിക്ക് ഉറപ്പാ നിന്റെ ആർവി ഈ പറയുന്നത്. നോ, ഐ ഹേറ്റ് യു ആർവി. ഐ ഹേറ്റ് യു. ഐ ഹേറ്റ് ലവ്. ഐ ഹേറ്റ് റോയൽ ഫാമിലി. ഐ ഹേറ്റ് യു. ഫ്രണ്ട്സേഴ്സ് ഒന്നും വരുന്നില്ലേ? അല്ല, കോളേജിന് മുന്നേ നോക്കത്തി പോലെ ഇരിക്കാൻ തന്നിട്ട് നേരം കുറയും. വരുന്നവരും പോകുന്നവരൊക്കെ നമ്മളെ നോക്കുന്നത്. ആ, അവര് നോക്കുന്നുണ്ടാവും. കാരണം ഇത്രയും ഹാൻസം ആയിട്ടുള്ള ഒരു ബോയ് ഞാനിവിടെ ഇരിക്കുന്നത് അവരെ കണ്ണി പെടാതിരിക്കൂ. പിന്നെ നിന്നെ കണ്ടു കഴിഞ്ഞാൽ കോളേജിൽ കണ്ണു പറ്റാതിരിക്കാതെ നോക്കുത്തിയാന്നും കരുതിക്കോളും. ആ, ഈ ലോകത്ത് വേറെ ആരുമില്ലെങ്കിൽ നീ ഹാൻസം ആണ്. സ്വയം തന്നെ പറഞ്ഞോണം നീ ഹാൻസം ആണെന്ന്. ഞങ്ങൾക്കും കൂടി തോന്നണ്ടേ? എലിയുടെ മുഖം പോലെ ഒരു മുഖം കൂർന്നിരിക്കുന്നത് കണ്ടാലും മതി. ചട്ടി കവത്തെ പോലെ ഒരു മുടി. പിന്നെയാണ് ഒരു ഹാൻസം വന്നിരിക്കുന്നു. ആ, വഴി പോകുന്ന പിച്ചക്കാരി പെമ്പിള്ളാർ പോലും നിന്നെ നോക്കത്തില്ലല്ലോടാ. ഡാ, കോളേജായി പോയി നീ ഞാൻ ചവിട്ട് തന്നാനെ. ആ, നീ എനിക്ക് വീട്ടിൽ പോയിട്ട് തന്നാ മതി. അല്ല, വിജയ് എവിടെ? അവൻ ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയതാ. ഇതുവരെയായിട്ടും ദാ വരുന്നു. ഹായ് ഗൈസ്. ഹായ്. അയ്യോ അയ്യോ, ഇത് സ്റ്റെപ്പ് അല്ലേ? അയ്യോ, മറന്നുപോയി. ഇതിലാണല്ലോ ഇറങ്ങിയത്. പോന്നു. എത്തി. ഓ, ഇവൻ നാണം കെടുത്തു. ഛേ, പുതിയ പിള്ളേരെ മുന്നിൽ മാനം പോവല്ലോടാ. എന്തുവാടാ അത്? നീ ആരാണ് എന്താണെന്ന് നിനക്ക് തന്നെ അറിയില്ലേ? നീ മറന്നുപോയോ? ഇതുപോലത്തെ കോപ്പറേറ്റൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? എന്റെ പൊന്ന് വിജി, ഞാനല്ലടാ, നീ എന്നെ നാണം കെടുത്തുന്നത്. നീ എന്തിനാടാ എന്നെ വിജി വിജി എന്ന് വിളിക്കുന്നത്? നീ അങ്ങനെ വിളിക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ ഡൗട്ട് വന്നു ഞാൻ പെണ്ണാണോന്ന്. നിനക്ക് എന്നെ വിജയ് എന്ന് വിളിച്ചാൽ എന്താണ് പ്രശ്നം? ഓ, ഇത് അതും പറഞ്ഞ അടിയാവല്ലേ രണ്ടു. എന്തായാലും പോട്ടെ, ഞങ്ങൾ ചെറുപ്പം മുതൽ നിന്നെ അങ്ങനെയല്ലേ വിളിക്കുന്നത്. മാറ്റാൻ ശ്രമിക്കണം. വിടത്. നീ എന്താ ഈ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്? എന്താടാ, വല്ല പെമ്പിളേരും സെറ്റായോ നിനക്ക്? പിന്നെ എനിക്ക് ഒന്ന് പോടാ അവിടുന്ന്. ഞാൻ ഗെയിം കളിക്കുക. എടാ, ആ ഗേറ്റിൽ അവിടെ നോക്കിയിരിക്കാം, ആ മൊബൈൽ നോക്കിയിരിക്കാതെ വിജയ്. നിനക്ക് പറ്റിയ ആരെങ്കിലും അതിലൂടെ വരും. നീ ആ കൊച്ചിനെ അങ്ങ് സെറ്റാക്കി എടുക്ക്. പൊന്നു യാദവേ, നീ ആദ്യം ഒരു പെണ്ണിനെ സെറ്റാക്കുക, എന്നിട്ട് എന്റെ കാര്യം നോക്കട്ടോ. അങ്ങോട്ടൊക്കെ ഒരു അടിപൊളി കൊച്ചു വരുന്നത്. അടാറൈറ്റം തന്നെ. എന്നാ ലുക്ക, ആ മുടി, ആ മുഖം, ആ കണ്ണ്, ആ ചിരി. ഇവനിതാർക്കാ ഇത്രയും ബിൽഡപ്പ് കൊടു? ലക്ഷ്മൺ, ഇനി വാ. ഇവനെന്ത് ചെയ്ത ലോകത്താ വിജയ്? വിജയ്, മനുഷ്യനെ പേടിപ്പിക്കാതടാ. നീ എന്തിനാ കിടന്ന് കാറുന്നേ? ഞാൻ നിന്റെ അടുത്ത് തന്നെയല്ലേ നിൽക്കുന്നത്. വിളിച്ച വിളി കേൾക്കണേ. നീ ആ പെണ്ണിച്ചിനെ നോക്കരുതല്ലേടാ. ഒന്നും പോടെ അവിടുന്ന്. നീ ആ ഫ്രഷേഴ്സിനെ തോന്നിച്ചാൽ നമുക്കൊന്ന് പരിചയപ്പെടാം. എന്തിനാരും വിളിക്കണം? കഴിഞ്ഞ പ്രാവശ്യം ഫ്രഷേഴ്സിനെ പരിചയപ്പെട്ടേ നമുക്ക് വാണിംഗ് പ്രിൻസിപ്പിൾ തന്നത് പ്രാവശ്യം ഡിസ്മിസ് ആവും. ഒന്ന് ചുമ്മാ ഇരിക്കട്ടെ, നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. നമ്മൾ ആഗിയും ചെയ്യുന്നില്ലല്ലോ. ഗൈസ്, ഹലോ, ഹായ്, ഗുഡ് മോർണിംഗ്. സീനിയേഴ്സ് ആണോ ചേട്ടന്മാരെ? അതെ, ഞങ്ങൾക്ക് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ സെക്കൻഡ് ഇയർ ക്ലാസ്സിലേക്കാണ് പോകേണ്ടത്. അതിന് ഞങ്ങൾ എന്ത് ചെയ്യണം? അയ്യോ ചേട്ടാ, ഞങ്ങൾക്കിവിടെ അറിയില്ല, പുതിയതാ, അതുകൊണ്ട് എവിടെയാണെന്ന് പറയൂ. ഓ, വഴിയറിയില്ലെങ്കിൽ വഴി കാണിച്ചു തരാം. വഴി ഞങ്ങളിവിടെ കൊടുന്നാക്കി തരാം. പക്ഷേ പകരം ഞങ്ങൾക്ക് എന്ത് തരും മക്കളെ? ഡിസ്മിസിനുള്ള വഴി ഒരുക്കണല്ലോ. എനിക്ക് എന്ത് കൊടുക്കാനാ?
ആ ചേട്ടാ, 50 പൈസയുടെ മിഠായി അല്ല, 50 പൈസയുടെ മിഠായി ഇപ്പൊ കിട്ടത്തില്ല. 5 രൂപയുടെ മഞ്ച് മേടിച്ചു തരാം. 3 പേർക്കും ഓരോന്നോരോന്നായിട്ട്. ശരിയല്ലേ? മക്കൾ ഇത്രയും പിച്ചക്കാരാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. നിനക്ക് പേടിക്ക് 100 രൂപയുടെ മഞ്ച് ഞാനങ്ങ് മേടിച്ചു തരാം. അതെ, ഈ ചെറുക്കൻ്റെ പേരെന്താ നിന്റെ ഇപ്പുറത്ത് നിൽക്കുന്നത്? എൻ്റെ പേര് നന്ദു എന്നാ. ഓക്കെ നന്ദു, എന്നാ ഞാൻ വിളിക്കുമ്പോഴൊക്കെ നന്ദു എൻ്റെ അടുത്ത് എത്തണം. ഞാൻ പറയുന്ന ജോലികളെല്ലാം ചെയ്തു തരണം. നന്ദുന് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ വലിയ മാനവ രഹസ്യമൊന്നുമല്ലോ ചോദിച്ചത്. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള വഴിയല്ലേ, എന്നെ കൊണ്ട് പറ്റില്ല. ഇത് എന്തിനുള്ള പുറപ്പാടാ? മിണ്ടാതിരിക്കടാ. നന്ദു, ഇവിടെ ആരും നിങ്ങൾക്ക് വഴി പറഞ്ഞു തരില്ല, ഞങ്ങളല്ലാതെ. ക്ലാസ് തുടങ്ങാൻ ഇനി അധികം നേരമില്ല. ഫസ്റ്റ് തന്നെ നേരം വൈകണോ? നന്ദുവിന്റെ അഭിപ്രായം എന്താ? ഓക്കെ, ഞാൻ ചെയ്യാം. എന്റെ പൊന്നു ലക്ഷ്മണ, എനിക്ക് വയ്യടാ. എന്നെ സീനിയേഴ്സ് ഇട്ട് നെട്ടോട്ട് ഓടിപ്പിക്കടാ. എടാ, നിനക്ക് പറഞ്ഞൂടെ അവരടുത്ത് പറ്റില്ലെന്ന്? നമുക്ക് അവർ ഡിപ്പാർട്ട്മെന്റ് കാണിച്ചത്. ഇപ്പൊ അത് കഴിഞ്ഞിട്ടുണ്ട് 2-3 മാസമായി. എന്നിട്ട് നീ എന്തിനാ അവരെ പിന്നാലെ ഇങ്ങനെ പണിയെടുത്തോണ്ട് നടക്കുന്നേ? എന്താ നിന്റെ പ്രശ്നം? എടാ, ഞാൻ അവരടുത്ത് പറഞ്ഞതാടാ, ആ സീനിയറില്ലേ, അതുപോലത്തെ അടുത്ത ലീഡറായി വിജയ്, അയാൾ പറയാ ഞാൻ നിന്റെ അടുത്ത് സമയവും ഡേറ്റും കാലൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പറയണ വരയ്ക്ക് നീ ജോലി ചെയ്യണമെന്ന്. നന്ദു, ഞാൻ വിളിക്കുന്നടാ, ഞാനാ പോന്നു. നമുക്ക് പിന്നെ കാണാം. എടാ ബൈ. ഇവന്റെ ഈ പോക്ക് കാണുമ്പോ എന്തായാലും ഞാൻ വാക്ക് പറയാഞ്ഞത് നന്നായി. ഇല്ലെങ്കിൽ ഓട്ടം ഞാൻ ഓടേണ്ടി വന്നേനെ. എടാ വിജയ്, നീ ഇത് എന്തുദ്ദേശിച്ചോണ്ടാ ആ ചെറുക്കനെ കൊണ്ട് ഇങ്ങനെ പണിയെടുപ്പിക്കുന്നത്? നിന്റെ അടിമയാണോ അത്? ആ നന്ദനെ വെറുതെ വിട്ടൂടെ നിനക്ക്? അതന്നെടാ, ആ നന്ദനെ പോയി കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞാൽ പണി വരുന്ന പടി അറിയില്ല കേട്ടാ. രണ്ടുപേരും നിർത്തുന്നുണ്ടോ? ആരും കംപ്ലൈന്റ് ചെയ്താൽ എനിക്ക് കുഴപ്പമില്ല. നന്ദ എന്റെ കൂടെ എപ്പോഴും ഉണ്ടാവണം. എനിക്ക് അവനെ ഒരുപാട് ഇഷ്ടം, മനസ്സിലായോ? ഇഷ്ടമാണ്. എന്താണ്? യു ട്രൂലി ലവ് വിത്ത് ഹിം? യു റിയലി ലവ് വിത്ത് ഹിം? എടാ, നീ ആരാണെന്ന് അറിഞ്ഞിട്ടാണ് നീ ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നത്? ഐ നോ ഹൂ ഐ ആം. പിന്നെ ഐ ട്രൂലി ഡീപ്ലി ആൻഡ് റിയലി ലവ് വിത്ത് ഹിം. കൂടെ നിൽക്കാൻ പറ്റുമെങ്കിൽ നിൽക്ക്, ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഉപേക്ഷിച്ച് പൊക്കോ. വേറെ ഒന്നും എൻ്റെ അടുത്ത് പറയാൻ പറ്റും. വിജയ് ചേട്ടാ, ഇത് ചായ. ഓക്കെ, താങ്ക് യു. ചേട്ടാ, എനിക്ക് പ്രോജക്റ്റ് വർക്ക് ചെയ്യണ്ട, അതുകൊണ്ട് 2-3 ദിവസം ലീവ്. ഇത് എന്തോ ചായ ഇത്? എന്താണ് എന്തോ ഇത്? ഇത്ര ദിവസമായിട്ട് എനിക്ക് വർക്ക് ചെയ്യുന്നതല്ല, എന്നിട്ട് നിനക്ക് എനിക്ക് ടേസ്റ്റ് ഒന്നും അറിഞ്ഞൂടാ. എടുത്തോട്ട് പോയത്. ഇതാ കൃഷ്ണ, വിജയ ചേർക്കനെ പ്രണയിക്കുന്നെന്നല്ലേ പറഞ്ഞത്? ഞാൻ തെറ്റിക്കേട്ടല്ലോ. അവനെന്താണ് ശത്രുവിനോട് സംസാരിക്കുന്ന സംസാരിക്കുന്നത്? എനിക്കറിഞ്ഞൂടാ. എടാ വിജയ്, നീ ഇത് എന്താ? ആ ചെറുക്കനെ നീ വെറുക്കുകയാണ് ചെയ്യുന്നത്, പ്രണയിക്കുക ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടി? എടാ, അവൻ പറഞ്ഞു കേട്ടില്ല 3 ദിവസത്തേക്ക് ലീവ് വേണമെന്ന്. അപ്പൊ അവൻ എൻ്റെ അടുത്തേക്ക് വരത്തില്ല, അതുകൊണ്ടാ. ദൈവമേ, ഇതുപോലൊരു പൊട്ടനെ ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ജനിപ്പിച്ചല്ലോ. എടാ, നീ ഇത് എന്തറിഞ്ഞിട്ടാ? നീ ശരിക്കും പ്രണയിച്ചപ്പോൾ പൊട്ടനായത് അതായത് മുന്നേ പൊട്ടനായിരുന്നോ? എനിക്ക് മനസ്സിലാവുന്നില്ല. പൊട്ടൻ നിന്റെ അച്ഛനാടാ? ഇല്ല പിന്നെ ആരാടാ പൊട്ടൻ? എനിക്ക് അവനെ ഒരുപാട് ഇഷ്ടം, അതുകൊണ്ട് അവൻ എൻ്റെ അടുത്തുനിന്ന് പോരും ഞാൻ ആഗ്രഹിക്കുന്നത്. ആഗ്രഹിച്ചാൽ മാത്രം പോരാ, നിന്റെ ഈ പെരുമാറ്റം കൊണ്ട് തന്നെ അവൻ നിന്നെ വിട്ടു പോകും. ഇവിടെ പ്രണയിക്കുന്നുണ്ടെങ്കിൽ അത് സ്നേഹത്തോടെ പ്രകടിപ്പിക്കുക, അല്ലാതെ അവനെ ടോർച്ച് ചെയ്തിട്ടല്ല നിന്റെ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കേണ്ടത്. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? എന്റെ ഇഷ്ടം അവന് മനസ്സിലാക്കണം, അവൻ്റെ കൂടെ ഉണ്ടാവണം. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾ എന്നെ പറ. പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, നിന്റെ പ്രസൻസ് അവന്റെ ജീവിതത്തിൽ ഉണ്ടാക്കി കൊടുക്കുക. നീ ഇല്ലാതെ അവന് ജീവിക്കാൻ പറ്റില്ലെന്നാക്കുക. നിന്റെ സ്നേഹം അവനിൽ പ്രകടിപ്പിക്കുക. മനസ്സിലാവുണ്ടോ? മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അവന്റെ ജീവിതത്തിലെ സന്തോഷത്തിലും ദുഃഖത്തിലും പ്രശ്നങ്ങളിലും എല്ലാത്തിലും നീ അവന്റെ കൂടെ ഉണ്ടാവണം. ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായി. അവന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഞാൻ ഉണ്ടാക്കണോ? ബെസ്റ്റ്. ഇതുപോലെ മന്ദബുദ്ധിയോടാണല്ലോ നീ പറഞ്ഞത്. എടാ പൊട്ടാ, നിന്നോട് പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനല്ല, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നീ അവന്റെ കൂടെ ഉണ്ടാവണമെന്ന്. അവന്റെ ദുഃഖത്തിൽ കണ്ണീര് തുടയ്ക്കാൻ നീ നിന്റെ കൈകൾ അവന്റെ അടുത്തേക്ക് എത്തിക്കണം. അവനെ മാറോട് ചേർക്കാൻ നീ എത്തണം. അവന്റെ സന്തോഷത്തിൽ പൊട്ടിച്ചിരിക്കാൻ നീ കൂടെ ഉണ്ടാവണം. ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. അവന്റെ ജീവിതത്തിലെ എല്ലാത്തിനും കാരണം ഞാൻ മാത്രമായിരിക്കും. അവൻ എന്നെ മാത്രമേ ആലോചിക്കത്തുള്ളൂ. ഞാൻ ഇപ്പൊ തന്നെ വരാം, ഇപ്പൊ തന്നെ അവനോട് എന്റെ ഫീലിങ്സ് പറഞ്ഞിട്ട് വരാം. അടിപൊളി. ഇപ്പൊ എന്തായി? ഓടുന്ന ഓട്ടം കണ്ടിട്ട് നിനക്ക് എന്താടാ തോന്നുന്നത്? യാദവേ, എല്ലാത്തിനും തീരുമാനമാവോ? പിന്നല്ലാതെ. ആ പോക്ക് കണ്ടാൽ അറിയില്ലേ, ഇവിടെ പറഞ്ഞ ആ വിഡിത്തങ്ങളും കൂടെ അവിടെ ചെന്ന് കാട്ടിക്കൂട്ടുമ്പോ എന്തൊക്കെയാവോ എന്തോ. ലൈബ്രറിയിൽ ഉണ്ടാവും അവൻ. നന്ദു കാണുന്നുണ്ടല്ലോ. Shut up! This is library.
സൈലൻസ് പ്ലീസ്. ഓ സോറി, ഞാൻ ശ്രദ്ധിച്ചില്ല, സോറി. ആഹാ, ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നോ? ഹായ് ബേബി, ഹൗ ആർ യു? ബേബിയോ? എന്നെ വീട് വിജയ്ക്ക് എന്താ വേണ്ടത്? ആ, വിജയ് എന്താ ചെയ്യുന്നത്? എന്നെ വീട്. ബേബി പ്ലീസ്, ഐ വാണ്ട് ടോക്ക് ടു യു. എന്നെ നിന്നെ ബേബി എന്നൊക്കെ വിളിക്കുന്നത്? ഞാൻ താൻ പറയുന്ന എല്ലാ പണിയും ചെയ്യുന്നില്ലേ? എന്നെ വെറുതെ വിട്ടുവിടുകയെങ്കിലും. ഞാൻ പറയുന്നത് കേൾക്കുകയില്ലേ? ഞാൻ എന്നെ കൊണ്ട് പണിയെടുപ്പിച്ചത് നീ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാ. ഐ റിയലി ലവ് യു നന്ദു. ലവോ? ഒന്ന് മാറുന്നേ. വിജയ് എന്തൊക്കെയാ പറയുന്നത്? വിജയുടെ നേട്ടം പോയിട്ട് നിങ്ങൾ ഒരു കുറച്ച് ബഹുമാനക്കുറവൊക്കെ ഉണ്ട്, സാധില്ല. എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഞാൻ കാര്യമായിട്ട് പറഞ്ഞേ, എനിക്ക് നിന്റെ സന്തോഷത്തിലും ദുഃഖത്തിലും നിന്റെ പ്രശ്നങ്ങളിലെല്ലാം എല്ലാം നിന്റെ കൂടെ ഞാൻ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ ഫിൽ ചെയ്യാണ്. വിജയ്, അപ്പോ മറുപടി എനിക്ക് തരണേ. ബൈ. എന്താണ് ലക്ഷ്മി? എങ്ങനെ? ഓ ഇവൻ, നീ എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ. ഇവിടെ നിന്നും അവിടുന്ന് വിജയ്, എന്തുകൂടാ പറ്റി? നീ ഈ പൊട്ടന്മാരെന്താ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്? ആൾക്കാർ കണ്ടാൽ നിനക്ക് മൊട്ടയെന്ന് വിചാരിക്കും. എന്റെ സ്വപ്നത്തിൽ കട്ടുകൊണ്ട് അവധി നിനക്ക് എവിടെയെങ്കിലും ചെന്നിരുന്നോടെ? ഒരു കാലത്ത് അനുവദിക്കില്ലാതെ. ഇടാ, എന്റെ ആപ്ലിക്കേഷൻ ഞാൻ കൊടുത്തത് ലവ് ആപ്ലിക്കേഷൻ. വല്ലാത്ത ആപ്ലിക്കേഷൻ തന്നെ അല്ലോടെ നീ കൊടുത്തത്. നീ കൊള്ളാലോ. ഇനിയിപ്പോ അവന്റെ മറുപടി എന്തായിരിക്കും ഞാൻ ആലോചിക്കും. ഇടാ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലടാ. ഇടാ, എനിക്കെന്നെ മനസ്സിലാവില്ല. അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ട് പോയി, എന്നിട്ട് ഇവിടെ അത് ചെയ്യുകയും ചെയ്തു. പക്ഷേ വിജയ് ഞാൻ എവിടെ കണ്ട പോലെ എനിക്ക് തോന്നുന്നതാ. എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാലും നിനക്ക് അങ്ങേരുടെ ചായയുണ്ട്. അതുകൊണ്ടല്ലേ നീ കിഷടിച്ചിട്ട് അയാളെ തിരിച്ചടിക്കാതിരുന്നത്? എനിക്ക് മനസ്സിലായി. ചുമ്മാ പതിയെ പറയണ തിണ്ടി. ലക്ഷ്മൺ, നന്ദു, എന്നവിടെ രണ്ടുപേരും ചെയ്യുന്നത്? ഞാനിവിടെ കണ്ടുപിടിച്ച് ക്ലാസ് എടുക്കുന്നത് ശ്രദ്ധിക്കില്ലേ? സോറി സാർ, വെരി സോറി സാർ. ഓ, എന്ന് പറഞ്ഞാൽ ഒരു സോറി കൊണ്ട് വന്നോളൂ. നിനക്ക് പഠിക്കാനല്ലോ വെറുതെ. നന്ദു, നിന്നെ ഞാൻ എത്ര പ്രതീക്ഷിച്ചില്ല. ഒന്നാമത് ആ ലക്ഷ്മണൻ കൂടെയുള്ള നടത്തം നീ ആദ്യം ഒഴിവാക്ക്. അവനെ നിന്നെ ചീത്തയാക്കുന്നത്. ചിരിക്കടാ നീ, ചിരി. ഓ, ഇവിടെ വന്നു. ഒന്നും മാറിപ്പോടോ. ഞാൻ പോകത്തില്ല. ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നത്. ഇനി വാ, നമുക്ക് ഒരുമിച്ച് പോവാം. വാ ബേബി, മൈ നന്ദൂസ്. ഓ, ഇങ്ങനെ കൂട്ടില്ല. എന്നാൽ വീട്ടിപ്പം നടന്ന് ഇല്ലല്ലോ. ഒന്ന് മാറിപ്പോവ. പോവില്ല നന്ദു, നിന്നെ കൊണ്ട് ഞാൻ പോകത്തുള്ളടാ. ഓ, എന്ത് വലിയ കാറാ അല്ലേ? ലക്ഷ്മ, ലക്ഷ്മണ, നോക്ക്. ഞാനും നോക്കിക്കൊണ്ട് നിൽക്കുന്നില്ലടാ. പുത്തൻ പണക്കാരാ, അല്ല വലിയ പണക്കാരാ. അപ്പൊ നിങ്ങൾക്ക് അറിഞ്ഞൂടെ ഇവരെ? ഒരു റോയൽ ഫാമിലിയിലുള്ളവരാ. രാജകുടുംബം കേട്ടിട്ടില്ല? രാജകുടുംബക്കാരോ? എൻ്റെ അവിടെ ഡൊണേഷന് വന്നതാ? ഡൊണേഷനോ? അല്ലല്ല, അവരുടെ മകൻ ഇവിടെയല്ലേ പഠിക്കുന്നത്. ആര് കാണാൻ വന്നതാ? മകനോ? ഞങ്ങൾ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ലല്ലോ ആളിനെ. ആരാ? ചേട്ടനറിയോ? രണ്ടാളും അങ്ങോട്ട് നോക്കിയതോ, അപ്പൊ കാണാൻ അറിയാന്ന്. ഡാഡാ, മൈ സൺ, ഹൗ ആർ യു? ഐ എം ഓക്കേ ഡാഡാ. വിജയാണോ അവരുടെ മകൻ? ഓ മമ്മ. ആഹാ, ഡാഡിനെ കണ്ടപ്പോ ചിലർക്കൊന്നും മമ്മയെ വേണ്ടായികയായോ? മമ്മ. ഓ നോ, വിജയ്. വിജയാണോ? ആ, അവൻ തന്നെ. അവന് ഈ റോയൽ ഫാമിലിയിൽ നിന്നും പറഞ്ഞിട്ടൊന്നും ജീവിക്കാൻ ഇഷ്ടമൊന്നുമല്ല. സാധാ രീതിയിൽ ജീവിക്കാനാ, എല്ലാവരോടും മിങ്കിളായിട്ട് ജീവിക്കാൻ. റോയലാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബഹുമാനം, അത് ഇത്, അതൊന്നും അവന് ഇഷ്ടമല്ല. അതുകൊണ്ടാ ഇത്രയും നാൾ ആരോടും പറയാതിരുന്നത്. നന്ദി ഇതുവരെയായിട്ട് എനിക്കൊരു മറുപടി തന്നില്ലല്ലോ. ഇനി എനിക്ക് കാത്തിരിക്കാൻ വയ്യ. നന്ദു, ഏയ്.
ഓ വിജയാണല്ലോ, എന്താ പറയാ. ഏയ് നന്ദു ബേബി, എത്ര നാളായി ഞാൻ കാത്തിരിക്കുന്നു. ഇല്ലെങ്കിൽ എനിക്കൊരു മറുപടി തന്നൂടെ? ഈ മറുപടി തരാത്ത ഞാൻ വിടത്തില്ല. ഇല്ലെങ്കിൽ ഞാനൊരു അപ്ലിക്കേഷൻ കൂടി അങ്ങ് തരാം എന്നാ. വിജയ് പ്ലീസ് ഡോണ്ട് ടച്ച്. വിജയ്ക്ക് സംസാരിക്കണേ നാവോട് സംസാരിച്ച് പറയും. ഈ ചുണ്ടു വിജയനെ കിസ് ചെയ്യാൻ വരുന്നത് എന്തിനാ? വിജയ്, എനിക്കിതൊന്നും ഇഷ്ടമല്ല. എനിക്ക് തന്നെ ഇഷ്ടമല്ല. ഐ ഡോണ്ട് ലൈക്ക് ലവ് ആൻഡ് ഐ ഡോണ്ട് ട്രസ്റ്റ് ലവ്. ഇനി എന്റെ പിന്നാലെ ഇതും പറഞ്ഞ് നടക്കരുത്. അങ്ങനെ ഇങ്ങനെ നടന്ന താൻ വിവരം അറിയാം. വിജയ്ക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. പിന്നെ വിജയ്, ഐ എം സോറി പ്ലീസ്. നന്ദു നന്ദു ഞാൻ നന്ദു എടാ മതിയുടെ എന്തിനാടെ വലിച്ചു കയറ്റുന്നത്? അവന് എന്നെ വേണ്ടെന്ന് പറഞ്ഞു. He don't like me. He don't trust love. എടാ അവൻ എന്തെങ്കിലും കാരണം ഉണ്ടാവും. നീ ഇങ്ങനെ കിടന്ന് മോങ്ങാതെ. എന്നിട്ട് ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും പരിഹാരമാവോ? മതി കുടിച്ചത്. എന്റെ നന്ദു, നീ കുടി നിർത്ത്, നമുക്ക് പോവാം. ഞാൻ വരില്ല. നീ കണ്ടെന്നല്ല ഇന്ന് നടന്നത്. എന്താണ് എന്നോട് ഇങ്ങനെ എപ്പോഴും? ഐ ഓൾവേസ് മീ. എല്ലാവരും എന്തിനാ എന്നെങ്ങനെ ചതിക്കില്ല? എനിക്ക് ആരും ഇല്ലാത്തതുകൊണ്ടാണോ ലക്ഷ്മി? ലക്ഷ്മി എന്താ ലക്ഷ്മി എനിക്ക് ഇങ്ങനെ? എനിക്കെന്താ റിയൽ ലവ് കിട്ടാത്ത? എന്താ നന്ദു നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? എടാ ഞാനില്ലടാ നിന്റെ കൂടെ. ചെറുപ്പം മുതൽ നമ്മൾ ഒരുമിച്ചല്ലേ. നിന്റെ ബെസ്റ്റ് ഫ്രണ്ടായി ഞാൻ എനിക്ക് ആരുമല്ല. പിന്നെ ആര് ചതിച്ചെന്ന് പറയണേ? വിജയ് നിന്നോട് എന്നോട് നിന്നും പറയണ്ട. He don't tell me he's a royal family. He's cheat me. എന്നെ ചീറ്റ് ചെയ്യാൻ എല്ലാവർക്കും ഞാൻ എല്ലാവരും കളിപ്പാവുക. I don't deserve love. I don't deserve love. ഇപ്പൊ നിന്റെ അടുത്ത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീ കാര്യം ചെയ്ത പോയി മുഖം കഴുകിട്ട് വാ. നമുക്ക് വീട്ടിൽ പോവാം. ഞാൻ വരണോ കൂടെ? വേണ്ട, ഞാൻ പൊക്കോളാം. എനിക്ക് വയ്യാതെങ്കിലും ഞാൻ ചോദിച്ചു പോകാം. ഞാൻ ചോദിച്ചു പോയിട്ട് വരാം. ചോദിച്ചെത്തി. അതാ ആ നന്ദു ബേബി, നീ വന്നോ? വിജയ് ചീത്ത. എനിക്ക് നിന്നോട് സംസാരിക്കണ്ട, നിന്നെ കാണണ്ട. മാറിപ്പോ. Hey, don't tell me that. I'm not cheated. ഞാൻ ആരും ചീറ്റ് ചെയ്തിട്ടില്ല. എന്താണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്തിനാ നീ എന്നെ ഇത്ര ഹേറ്റ് ചെയ്യുന്നത്? വായ്, ഞാൻ നിന്നോട് എന്ത് തെറ്റ് ചെയ്തിട്ടാ? നീ തെറ്റ് ചെയ്തല്ലേ വിജയ്? റോയൽ ഫാമിലി, വലിയ രാജകുടുംബല്ലേ. ഞാനൊരു പാവ. എന്നെ വെറുതെ ഒരിട്ടേക്ക്. നീ എന്തിനാ നന്ദി ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ എന്താ ലവിനെ ട്രസ്റ്റ് ചെയ്യാത്ത? ഞാൻ രാജകുടുംബവും എന്റെ ലവുമായിട്ട് എന്താ ബന്ധം? നീ എന്താ ഈ പറയുന്നത്? റോയൽ ഫാമിലി സ്വന്തം രാജ്യത്തിന് വേണ്ടി പ്രണയത്തിന് ഒരു പൊന്നു വില പോലും കൽപ്പിച്ചില്ല. എന്റെ ആർവി, അവന്റെ രാജ്യവും പ്രജകളും അവന്റെ അച്ഛനും അമ്മയും ഒക്കെ വലുതായിരുന്നു. അപ്പൊ ഞാൻ ആരായിരുന്നു? ആരുമല്ലാത്ത എനിക്ക് എന്റെ ആർവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ എന്നെ പ്രണയിക്കുമ്പോൾ ഒരു രാജകുമാരനായിരുന്നു. അതുപോലെ ഞാനൊരാളായിരുന്നു. അനുഭവം ഇതൊക്കെ അറിഞ്ഞു തന്നെയല്ല അവൻ സ്നേഹിച്ചത്. എന്നിട്ട് എന്നെ ഇട്ടിട്ട് അവൻ പോയി. എന്റെ പ്രണയത്തിനെ ട്രസ്റ്റ് ചെയ്യാത്ത എന്തുകൊണ്ട? ഈ ഒറ്റ കാരണം കേട്ടോ. ആരും നിന്നെ പ്രണയിച്ചില്ലെങ്കിൽ ഒരിക്കലും വിട്ട് പോവുകയുള്ളൂ. പക്ഷെ ഞാൻ നിന്നെ പ്രണയിക്കുന്നുണ്ട്. എനിക്ക് ഇങ്ങനെ എന്തുകൊണ്ടാണ് നിന്നോട് ഇപ്പോൾ പ്രണയം എനിക്ക് അറിയില്ല നന്ദു. നന്ദു, നിനക്ക് വേണ്ടി ആരും എതിർക്കാനും ഞാൻ തയ്യാറാ. പക്ഷെ നീ ഇല്ലെങ്കിൽ എന്റെ പ്രാണൻ എന്നെ വിട്ട് പോകും. കാരണം എന്റെ പ്രാണനാണ് നീ. എനിക്കറിയില്ല ഞാൻ എത്രയധികം നിങ്ങൾ സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാണ്. ഒരു ചാൻസ് എനിക്ക് താ നന്ദു. Cry. I love you. വിജയ്, പ്രോമിസ് എന്നെ ചതിക്കില്ലെന്ന്. ഇനിയൊരു ചതി കൂടെ ഏറ്റുവാങ്ങാനുള്ള ത്രാൺ എനിക്കില്ല. ഞാൻ ഒരിക്കലും എന്നെ ചതിക്കില്ല. I love you so much.
എപ്പോഴാ ഭാവി അമ്മായിച്ചിനമ്മയും കാണാൻ പോയത്? മിണ്ടാതിരുന്നാണോ? ഇവിടെ ഞാൻ പേടിച്ചിട്ടായിരിക്കുന്നത്. അപ്പോഴാണ് നിന്റെ ഉണ്ടോ നന്ദു പേടിക്കാതിരാ, ഞാനില്ലേ കൂടെ. എനിക്കറിയാം. എങ്ങനെ പേരുണ്ടോ അന്നത്തെ വിജയിച്ചൊന്നും അടി. ആ റൊമാൻസ് കഴിഞ്ഞില്ലേ? അതല്ലേ കഴിഞ്ഞേ പോവായിരുന്നു. സ്വർഗത്തിലെ കട്ടുറുമ്പാവെന്നും തോന്നുന്നു നമ്മൾ. ഡാടാ രണ്ടും കൂടി എനിക്കിട്ടാക്കാതെ വണ്ടിയിൽ കയറിയിരിക്കെ പോവാൻ നോക്കുക. കുറെ നാൾക്ക് ശേഷം വീടെത്തി. ഓ ഡാഡാ, ഓ മകനീ. ആദ്യമായിട്ടാ ഇത്രയും വലിയൊരു കൊട്ടാരം നേരിട്ട് കാണുന്നു. എനിക്ക് നല്ല പേടിയാവുന്നുണ്ട് ദൈവമേ. നന്ദു, ലക്ഷ്മൺ എന്തവിടെ നിൽക്കുന്നേ? നമുക്ക് അകത്തേക്ക് കയറാം. താൻ പേടിക്കണ്ടവാ. യാദവ്, കൃഷ്ണ, നിങ്ങൾ രണ്ടുപേർക്ക് ഈ വഴിയൊക്കെ അറിയോ? അല്ല വരവില്ലല്ലോ. ഇതേതാ പുതിയ രണ്ട് വ്യക്തികൾ? എന്റെ പൊന്നാണ്ടി, ഞങ്ങൾ ഇങ്ങനെയിട്ട് പാരാതെ. ഞങ്ങള് വഴി മറന്നിട്ടൊന്നും ഇല്ല, നേരം കിട്ടണ്ടേ? അതന്നെ എന്റെ പൊന്നു വെല്ലുന്നേ. ഞങ്ങളുടെ പുതിയ ഫ്രണ്ട്സിന്റെ മുന്നില് ഞങ്ങളെ നാണം കേൾക്കുന്ന വാക്കൊന്നും പറയുന്നേ. എന്റെ പൊന്നു വെല്ലമ്മ, പൊന്നു ആന്റിന്നൊന്നും വിളിച്ച് എന്നെ സോപ്പിടാൻ നോക്കണ്ട. രണ്ടിനും ഞാൻ വെച്ചിട്ടുണ്ട്. അമ്മേ, ഇവരെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇത് നന്ദു, അത് ലക്ഷ്മൺ. ഹലോ ആന്റി. ഹലോ ആന്റി. ഹായ്. ഹലോ മക്കളെ. നന്ദുവിനെ കാണാൻ നല്ല ക്യൂട്ടാണല്ലോ. എന്തായാലും കയറി വരേണ്ടി വരും. ബ്രോ ബ്രോ ഒന്ന് താഴെ ഇറങ്ങടാ. എന്തുവാണത്? ഇറങ്ങി വെയിറ്റ് വെച്ചില്ലേ നീ? ഒന്ന് പോ ബ്രോ. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരാളെ പരിചയപ്പെടുത്താൻ മറന്നു. ഇതാണ് എന്റെ ബ്രോ രാജ്വീർ, മൈ ബെസ്റ്റ് ഫ്രണ്ട്. പുതിയ സുഹൃത്തുക്കളെ കിട്ടിയെന്ന് ഇവൻ മുന്നേ തന്നെ എന്നോട് പറഞ്ഞിരുന്നു. എന്നാലും കണ്ടതിൽ സന്തോഷം. നൈസ് ടു മീറ്റ് യു. എന്നെ പരിചയപ്പെടുത്താൻ ഇവിടെ ആരുമില്ലേ? ഞാൻ സ്വയം തന്നെ പരിചയപ്പെടുത്താം. ഹായ്, ഞാൻ രാജ്വീറിന്റെ വൈഫാണ് കേട്ടോ. ലക്ഷ്മി, ലച്ചു എന്ന് വിളിക്കും. മതി മതി, ആ കുട്ടികളൊന്ന് വെറുതെ വീട്. അവരിപ്പോ വന്ന് കേറിയിട്ടില്ലല്ലോ. വിജയ് മോനെ, നീ പോയി ഫ്രഷ് ആവാൻ നോക്കി, എന്നിട്ട് വല്ലതും കഴിക്കാൻ വാ. പിന്നെ മക്കളെ, നിങ്ങൾ ചെല്ലേ. ലക്ഷ്മി, ഇവർക്ക് ആ റൂം ഒന്ന് കാട്ടിക്കൊടുക്കും മോളെ. വിജയ്, വാട്ട് ആർ യു ഡൂയിങ് ഹിയർ? എന്താ വേണ്ടത്? അത് ഞാൻ തിരിച്ചു ചോദിക്കേണ്ടതല്ലേ? വയ്യാക്കില്ല. എന്തിനു വേണ്ടിയാണ് നീ ഇവിടെ വന്നത്? എനിക്ക് വേണ്ടിയല്ലേ? എനിക്കറിയാം നിനക്കെന്നെ വിട്ടിരിക്കാൻ പറ്റില്ലെന്ന്. ഞാൻ ഇപ്പോഴും നിന്നെ കാത്തിരിക്കാം. ഐ റിയലി ലവ് യു നന്ദു. ഒന്ന് മാറി നിൽക്ക്. എന്താ നന്ദു? ഐ ലവ് യു നന്ദു. മാറി നിൽക്ക്. മാറി നിൽക്കാൻ പറഞ്ഞ മാറി നിൽക്കുക. ഞാൻ ഇവിടെ വന്നത് വിജയ്ക്ക് വേണ്ടിയാ, എന്റെ ഫ്രണ്ട്സിന്റെ ഒപ്പം വന്നത്, അല്ലാതെ വേറെ ആർക്കും വേണ്ടിയല്ല. എന്നെ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്താ എല്ലാം ഞാൻ പറയും. നീ പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കൂ നന്ദു? വിശ്വസിക്കില്ലായിരിക്കും, പക്ഷെ ഒരാൾ വിശ്വസിക്കും. എന്റെ വിജയ് വിശ്വസിക്കുന്ന എനിക്ക് ഉറപ്പാ. അവന്റെ അടുത്ത് നിങ്ങളുടെ തനി നേരം ഞാൻ പറഞ്ഞു കൊടുക്കും. എന്റെ മുന്നിൽ നീ വന്നേക്കരുത്. കൂടാ നന്ദു, ഞാൻ പോവാ. നിന്റെ ഭീഷണി പേടിച്ചിട്ടൊന്നല്ല. ഞാൻ വരും, വന്നിരിക്കും. എന്റെ ഫീലിങ്സിന് മാറ്റമില്ലെന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ. എന്നെക്കാട്ടും നന്നായിട്ട് നിനക്കറിയില്ലെന്നെ. ബായ്, നമുക്ക് പിന്നെ കാണാം. ആർവി വിജയുടെ ബ്രദറായിരുന്നോ? എന്റെ ബ്രോ. അപ്പൊ നന്ദുന്റെ ലവർ ആർവി രാജ്വീർ.